പെണ്ണാണല്ലോ, പെണ്ണാണ്. അവളിപ്പോ മാറ്റുള്ളത്. എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ തന്നെ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ എങ്ങനെയാണ് എണീറ്റെന്ന് അറിയാവാ. കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇന്ന് ഇവിടുന്ന് നടന്നു നേരെ താഴത്തൊക്കെ വീണ് കിടക്കണം കേട്ടോ. ഇത് എന്താന്ന് വെച്ചാൽ എനിക്ക് വേണേ ഇടക്കൊച്ച് കണ്ടു പോയപ്പോ റൂം ടെമ്പറേച്ചർ കൂടിയപ്പോ അതിന്റെ പശ ഉണ്ടല്ലോ പുറയിന്ന് മെൽറ്റ് ആയിട്ട് ഇങ്ങനെ താഴത്തോട്ട് വീണാണെന്നാണ് എനിക്ക് വേണം. പിന്നെ കുറച്ച് പെയിന്റ് സ്റ്റിക്ക് ചെയ്ത പെയിന്റ് ഒരു ഊരി പോയിട്ട് താഴത്ത് വീണ് കണ്ട. ഇപ്പൊ നമ്മുടെ ഭിത്തി നല്ല വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭിത്തി റെഡിയാക്കാൻ പോവാണ്. ബട്ട് നോട്ട് ടുഡേ. അതിനെനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. നല്ലൊരു ക്രിയേറ്റിവിറ്റി, നല്ലൊരു ഇമാജിനേഷൻ ഉള്ള നിങ്ങൾ പ്ലീസ് കമന്റ് ബിലോ ഗൈസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പെയിന്റ് അടിക്കണോ, അല്ല വോൾ പേപ്പർ സ്റ്റിക്കർ അടിക്കണോ, അടിപൊളി ഫോട്ടോസ് വെക്കണോ, എന്താണെങ്കിലും നിങ്ങളുടെ ഹെൽപ്പ് വേണം. അപ്പൊ പ്ലീസ് ഗൈസ് കമന്റ് ബിലോ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ വേണം. ഒന്നെങ്കിൽ നമ്മളൊരു ഫോൺ വാങ്ങും, അല്ലെങ്കിൽ ഒരു വാച്ച് വാങ്ങും. ഇത് അടിച്ചു പോയിരിക്കുകയാണ് ഗൈസ്. ഇത് അടിച്ചു പോയ സ്ഥിതിക്ക് നമ്മൾ പുതിയൊരു സാധനം വാങ്ങുന്നതാണ്. അത് അല്ലെങ്കിൽ എന്റെ ഇരിക്കണ 14 Pro Max ആണ്. അത് നമ്മൾ മാറ്റി വെച്ചു. ചിലപ്പോൾ 15 Pro Max എടുക്കും, അല്ലെങ്കിൽ S24 Ultra എടുക്കും. അത് അടിപൊളിയാണ്, വിഷയമാണ്. എന്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ഫോണാണെന്നൊക്കെയാണ് എല്ലാരും പറയണം ഗൈസ്. ഞാൻ വാങ്ങിയത് വെച്ചിട്ട് തന്നെ എനിക്ക് ഏറ്റവും ജീവനായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സൂപ്പർ കാറിലാണ് നമ്മൾ ഇന്ന് പുറത്തോട്ട് പോകാൻ പോകുന്നത്. That is Friday. I don't wanna be cruel, but here's the thing. What you thought we had never lasted. It was good at first, but eventually I could see between all the cracks, yeah. You did everything you could to have me. You did your best to make me yours. If I knew how all of this would turn out, but nobody knew. And now we done it, you. And now we done it, you. Baby, you. Baby. How can I say it so that you could understand? How can I tell you how stupid I felt? I can't believe that I thought we were in love when you were busy playing. ഗൈസ്, ഈ ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് തിങ് എന്താണെന്ന് അറിയാവാ? സ്റ്റെബിലിറ്റി ഇൻ ലൈഫ്, സ്റ്റെബിലിറ്റി ഇൻ മണി, സ്റ്റെബിലിറ്റി ഇൻ റിലേഷൻഷിപ്പ്, സ്റ്റെബിലിറ്റി ഇൻ വർക്ക്. ബൈ ദ വേ, സ്റ്റെബിലിറ്റി ഇൻ ഏർണിങ്സ് പക്ഷേ എളുപ്പമായിരിക്കും കമ്പയർഡ് ടു മറ്റുള്ള കാര്യങ്ങൾ ഇഫ് യു നോ പോക്കറ്റ് ബ്രോക്കർ പ്ലാറ്റ്ഫോം. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് സ്റ്റഡിലി നമുക്ക് പൈസ കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും, സിംപിളി നമ്മൾ ഡീൽസ് വെക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിൽ $50,000 വരും, $50,000. വൗ! ഇതിൽ ഗൈസ് യു ക്യാൻ ഫോളോ ദ മൂവ്മെന്റ് ഓഫ് ചാർട്ട്സ്. അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇതും പറ്റത്തില്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ടല്ലോ, അവരെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. സോ ഗൈസ്, ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള വേൾഡിൽ നിങ്ങൾ സ്റ്റെബിലിറ്റി തേടുകയാണെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ്. ഇതിനോട് ഗൈസ് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എന്റെ കമന്റ് സെക്ഷനിൽ ഒരു ലിങ്ക് കിടപ്പുണ്ടെന്ന്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിൽ തന്നെ എന്റെ പ്രൊമോ കോഡായ അസറ്റ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ 60% ബോണസ് കിട്ടുന്നതാണ്. വൗ! സോ ഹൈ അപ്പ് ഗൈസ്. എടാ, നീ എത്ര നാളായി ഈ വണ്ടിക്കകത്ത് കേറിട്ട്? ഒരു വർഷമായല്ലേ? ആ, അത് തന്നെ. അത്രേ ഉള്ളു. തുടക്കം തൊട്ടുള്ള അതാണ് നമ്മുടെ ഡൈ ഹാർഡ് വണ്ടിയാണ്, ഒരു രക്ഷയില്ല. ആദ്യത്തെ വണ്ടിയാണ് ഇത്. എന്നോട് കുറെ ആൾക്കാർ ഇത് വിൽക്കണുണ്ടാന്ന് വരെ പൈസയൊക്കെ വരെ എന്നോട് പറയണ്ട എടുക്കട്ടെ, ഞാൻ പക്ഷെ കൊടുത്തിട്ടില്ല ഇത്ര നാളായിട്ട്. നിങ്ങൾക്ക് എന്ത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണെങ്കിലും പോപ്പി, പോപ്പി. ഞങ്ങളുടെ പരിചയത്തില് ഞങ്ങളുടെ കൂട്ടുകാരുടെ കുടുംബത്തിൽ എല്ലാത്തിലും പ്രധാനമാണ് പോപ്പി. ഗൈസ്, മറ്റേ പോപ്പി കൂടെയുള്ള അവരല്ല കേട്ടോ, ഇത് നമ്മുടെ കൂട്ടുകാരാണ്. അവന്റെ പേര് പോപ്പി എന്നാണ്. ഇവിടെ നമുക്ക് എന്ത് സാധനം കിട്ടുമല്ലോ, എന്ത് സാധനം അവന്റെ കിട്ടും, തുച്ഛമായ വില. അത് തന്നെ. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആലപ്പുഴയിലെ എന്ത് സാധനം വാങ്ങാൻ കിട്ടുന്നത്. നമ്മുടെ ചെറുക്കൻ ഇവന്റെ ഇവന്റെ കടയല്ല, ഇവനോട് ചോദിക്കണം. ഇവനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും നമുക്ക് കിട്ടും കേട്ടാ. എടാ, ഒന്നെങ്കിൽ അപ്പൊ കഴിഞ്ഞ ദിവസം ആൻഡ്രോയിഡ് കിങ് എന്ന് അറിയപ്പെടുന്ന S23 Ultra ആണ്. ദാറ്റ് ഈസ് അവനെ വെല്ലുന്നൊരു ഐറ്റം വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് S24 Ultra കേട്ടാ. ഇതാണ് ഇപ്പൊ എല്ലാരും വാങ്ങാൻ വേണ്ടി ഓടി നടക്കണ ഫോൺ. ഓ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കെ ഉണ്ടെന്നാണ്. അപ്പൊ ബ്രോ ഒന്ന് പറഞ്ഞു കൊടുത്തു നമ്മുടെ പിള്ളേർക്ക് എന്തൊക്കെ ഇതിന്റെ മെയിൻ ഐറ്റം ഉണ്ടോ? ഒന്നെങ്കിൽ ഞാൻ ഈ ഫോൺ എടുക്കും, അല്ലെങ്കിൽ 15 Pro എടുക്കും, അല്ലെങ്കിൽ ഒരു വാച്ച് എടുക്കാനുള്ള പ്ലാനാണ്. കാരണം എന്റെ വാച്ചൊക്കെ അടിച്ചു പോയി, ഇപ്പൊ ഇത് ഇട്ടുണ്ടാണ്. അപ്പൊ ബ്രോ ഈ സാധനം ഒന്ന് പറഞ്ഞേ.
പിന്നെ നമ്മുടെ പിള്ളേർക്കും അറിയണം ഇത് എങ്ങനെയാണെന്ന്. ശരി, നിങ്ങൾ 15 Pro എന്ന് എടുക്കണ്ട. ഇപ്പൊ വേൾഡിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് AI ഫോണാണ് സാംസങ്ങിന്റെ S24 Ultra. ഇതിനകത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു എക്സാമ്പിൾ ഒരു ഫീച്ചറാണ് AIയുടെ തന്നെ. ഇപ്പൊ ഒരു ലുലുമാളിന്റെ ഫോട്ടോ കണ്ടോ, അത് ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ഉണ്ടാ എന്ത് ഫോട്ടോ ആണെങ്കിലും കിട്ടുക. ഇത് എവിടെയാണെങ്കിലും ഏത് സർഫേസിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു ഫീച്ചർ. ഇനി ഇതിനകത്ത് വേറൊരു ഫീച്ചർ കാണിച്ചത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഒരു വീഡിയോ നമ്മൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണ്, അത് നമ്മൾ സ്ലോ മോഷൻ ആക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ ടച്ച് ചെയ്ത് എടുക്കണ്ടേ. സിമ്പിൾ ആയിട്ട് വൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാ സ്ലോ മോഷൻ ആയി വരുന്നുണ്ടാ ഉണ്ടാ കൈമാറ്റി നോർമലായി. പക്ഷെ നമുക്ക് സ്ലോ ആക്കി സേവ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റത്തില്ല. ആ ഫീച്ചർ പക്ഷെ വരുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഫോണിലുടനെ വരും. ഓക്കെ, അടിപൊളി. അപ്പൊ ഒരു സ്ലോ മോഷൻ ആയിട്ടുള്ള വീഡിയോ വീണ്ടും ഞെക്കി അത് അതിനേക്കാൾ സ്ലോ ആവും. അതിനേക്കാൾ സ്ലോ ആവും. ഓ, അടിപൊളി, നൈസ്. പിന്നെ അതൊരു ഫീച്ചർ. പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ, ഫോട്ടോ എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ മാറ്റി വെക്കണം. അത് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ ഫോട്ടോ തന്നെ. ഈ ഇമേജ് ആണ് ഒറിജിനൽ ഇമേജ്. ഇതിനകത്ത് ഞാൻ നിൽക്കുന്ന പൊസിഷൻ കണ്ടല്ലോ, അത് നിങ്ങളാണ്? അത് ഞാൻ തന്നെയാണ്. ഇത് ഈ ഫീച്ചർ വെച്ചിട്ട് മാറ്റിയിട്ടു കണ്ടാ ഗൈസ്. ഇത് കണ്ടത് ഇങ്ങനെ പുറകിലുള്ള ഈ കസേരയൊക്കെ പുതിയ കൊണ്ട് വെച്ചാണ് തോന്നുന്നല്ലേ. പക്ഷെ ഇത് ആക്ച്വലി ഒരു സീൻസ് ആണല്ലേ. നമ്മുടെ കൂട്ടത്തിൽ ഒരു പെണ്ണൊക്കെ കൊണ്ട് വെച്ച് ഇനി വിശ്വസിക്കത്തില്ലേ. നമുക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അവരെടുത്ത് മാറ്റിയും വെക്കാം. അത് ശരിയാണ്. പക്ഷെ ഇത് ആക്ച്വലി നല്ലൊരു സംഭവമാണ്. എന്നാൽ ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഫീച്ചറാണ്. പക്ഷെ സംഭവം ഫീച്ചർ കൊള്ളാം കേട്ടോ. അതെ, സംഭവം ഇഷ്ടപ്പെട്ട്. ഇത് കൂടാതെ നമ്മളിപ്പോ വോയിസ് സംസാരിക്കുക. ഇപ്പൊ സഞ്ജു തന്നെ ഒരു വെളിയിലേക്ക് വിളിച്ച് സംസാരിക്കുക, സ്പാനിഷ് ആണ് സംസാരിക്കുന്നത്. ഈസി ആയിട്ട് ഈ ഫോൺ വഴി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് സ്പാനിഷ് അറിയത്തില്ല, അപ്പൊ അവരോട് സ്പാനിഷ് സംസാരിക്കാം. പിന്നെന്താ, നമുക്ക് ഇതുവഴി ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റും റിയൽ ടൈമിൽ. അപ്പൊ പക്ഷെ ഇപ്പൊ ഒരു കാര്യമുണ്ട്, നമ്മളത് ഇനേബിൾ ചെയ്യാൻ നേരത്ത് അപ്പുറത്തേക്കുന്ന ആൾക്ക് കേൾക്കും. ട്രാൻസ്ലേറ്റ് ഇനേബിൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ അതുപോലെ കേൾപ്പിക്കും. ഓ, അടിപൊളി. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു AI ഫീച്ചറാണ്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കണ്ടന്റ് ഡിസ്കസ് ചെയ്തിട്ടിരിക്കും, 3-4 പേര് കൂടിയിരുന്നുണ്ട്. ഇതിന്റെ റെക്കോർഡർ വഴി ആ കണ്ടന്റ് നമ്മൾ സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, സഞ്ജു സംസാരിക്കുന്നു, വേറൊരാൾ സംസാരിക്കുന്നു. 3 പേരുടെ വോയിസും ഇതിനകത്ത് 3ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ എഴുതി വരുമല്ലേ. പേര് വരത്തില്ല, പക്ഷെ ABC എന്ന് പറഞ്ഞ് എഴുതി വരും. നല്ല ഫീച്ചറാണ്. അടിപൊളി. പിന്നെ ലെൻസിൽ വലിയ വ്യത്യാസം. ഇതിന്റെ 5x ടെലിഫോട്ടോ ലെൻസുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ക്യാമറയിൽ. അത് 50 MB ആക്കിയിട്ടുണ്ട്. അപ്പൊ ദൂരത്തേക്കുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടും. ഇതിന്റെ പ്രൈസ് എത്ര പറഞ്ഞാൽ? പ്രൈസ് ഇപ്പൊ നല്ല ഓഫർ ഉണ്ട്. സഞ്ജു ഇപ്പൊ പ്രീ ബുക്ക് എടുക്കുകയാണെങ്കിൽ 1,18,000 രൂപ. ഞാൻ ഐഫോൺ യൂസറാ. അപ്പൊ എനിക്ക് ഏതായിരിക്കും, എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണം ബ്രോ. അപ്പൊ വീഡിയോ 8K 60 ഫ്രെയിം വരെ നമുക്ക് ഇതിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗൈസ് എന്തായാലും നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ സംഭവം കൊള്ളാം കേട്ടോ, നൈസാണ്. ഇപ്പൊ ഡിസൈനും കൊള്ളാം. പിന്നെ ഇത് ഏതാണ്ട് ടൈറ്റാനിയം ഏതാണ്ടാണെന്നൊക്കെ പറയട്ടെ. ഞാൻ ഇത് കുറച്ച് റിവ്യൂ കണ്ടായിരുന്നില്ലേ, റേറ്റ് ഒക്കെ കുറച്ച്. ഡിസൈൻ വരാൻ നേരത്ത് നമുക്ക് ഫ്ലാറ്റ് ഡിസൈൻ ആക്കിയിട്ടുണ്ട്. കർവ്ഡ് മാറ്റിയിട്ട് ഫ്ലാറ്റ് ആക്കി. കഴിഞ്ഞ പഴയ മോഡൽ തന്നെ അവർ ചെറിയ കർവ്ഡ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഫുൾ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ക്യാമറയിൽ 50 MB ടെലിഫോട്ടോ ലെൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര രൂപ? 1,18,000 രൂപയ്ക്ക് അങ്ങ് എടുക്ക്. നീ സാംസങ് ഫാനല്ലേ, എടുക്ക്. അല്ല, ഞാൻ ഇപ്പൊ ഐഫോൺ ഫാനാണ്. ആണല്ലേ? അല്ല, അത് അല്ല, എനിക്ക് 256 GB അല്ല, 512 GB തരാൻ പോകുന്നത്. സത്യം പറഞ്ഞല്ലേ, ഇവിടെ വന്ന് സംഭവം കൊള്ളാം. പക്ഷെ എനിക്കൊരു ഡൗട്ട് എന്ന് പറയില്ല, ഞാൻ യൂസ് ചെയ്യണ മാക്കാണ്. പിന്നെ വാച്ച് ഐ വാച്ചാണ്. അപ്പൊ ഇതുണ്ട്. അപ്പൊ ഞാൻ കറക്റ്റ് ഒരു എക്കോ സിസ്റ്റത്തിലേക്ക്. അപ്പൊ പെട്ടെന്ന് മാറി കഴിഞ്ഞാൽ എന്റെ ഇതുമായിട്ടൊന്ന് കമ്പാറ്റബിൾ ആകുമോ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുവാണ്. സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അത് ശരിയാട്ടോ. അത് സത്യം പറഞ്ഞ എനിക്ക് ഒരു ഫോണല്ല, എനിക്ക് 2 ഫോണില്ല, ഒറ്റ സിമ്മേയുള്ള ഒരു നമ്പറും ഉണ്ട്. അപ്പൊ മിക്കവാറും സെക്കൻഡറി ഫോണായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഈ സംഭവം കൊള്ളാം. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു എക്കോ സിസ്റ്റത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ഫയൽസ് സെൻഡ് ചെയ്യാനാണെങ്കിലും ഭയങ്കര സിമ്പിളാണ്. അവിടെ പെട്ടെന്ന് റിയൽ ടൈം എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം നടക്കും. അപ്പൊ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഫോൺ മാറക കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ കണ്ടില്ലേ. ഇത് മാത്രമല്ല, കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. പറഞ്ഞു തീരാനാണെങ്കിൽ ഇപ്പോഴൊന്നും നിൽക്കത്തില്ല. അപ്പൊ ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. താങ്ക്സ്. ഓക്കെ. അടുത്തിട്ട് ഗൂഗിൾ ഈ ചാടുന്ന ചെറുക്കനെ മാച്ച് കളയാൻ പോണേ. മാഞ്ഞില് കോമഡി ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് സെറ്റാക്കാം. മാച്ചുകള ആണല്ലോ, പെണ്ണാണ്. അവളിപ്പോ മാച്ചുകളായി. ബായ്.
മോയെ 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 ഓ യേ വാജിത പൊളിയോ. ഗൈസ് എന്നാലും ഇപ്പൊ ഞാൻ ഇവിടെ നിന്നപ്പോ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നേച്ച് ലൈഫ് ടൈമിൽ വന്നേച്ച് ഫോൺ എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടാ. അല്ലെ ഇനി ഒരു ഹെൽപ്പ് ചെയ്യണം. ഇതെന്തായാലും നീ യൂസ് ചെയ്യാൻ പോയല്ലേ, ഒരു 2 ദിവസം കഴിയുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് ശരിക്കുള്ള അഭിപ്രായം. പക്ഷെ അറിഞ്ഞെടുത്തോളം വേറെ ലെവല് ഒരു രക്ഷയില്ലാത്ത ഫോണാണെന്ന് പറഞ്ഞു. അങ്ങനെ ഗൈസ് ഫൈനലി ഞാൻ ഇവിടുന്ന് ഐഫോണിന്റെ ആപ്പിൾ വാച്ച് എടുക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം എന്തായാലും ഇപ്പൊ എനിക്ക് ഐഫോൺ ഉണ്ട് 14 Pro. അത് ഇപ്പോഴേ ചാടി മാറണ്ടെന്ന് ഇവൻ പറഞ്ഞു, കുഴപ്പമൊന്നും ഇല്ലെന്നാണ് ഇവൻ പറഞ്ഞത്. പിന്നെ വേറെ ഒന്നുമല്ല, കുറച്ചുകൂടെ എനിക്ക് നല്ല റേറ്റ് കുറച്ച് ഇവൻ വേറെ എടുത്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ സാംസങ് കൊള്ളാം, പക്ഷെ അതൊരു സെക്കൻഡറി ഫോണായിട്ട് ഇപ്പൊ എനിക്ക് യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. വേറെ ഒന്നുമല്ല, എന്നാൽ ഞാൻ ഇപ്പൊ മൊത്തം ഐഫോണിന്റെ എക്കോസിസ്റ്റത്തിൽ ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ആ ഒരു സ്മൂത്ത്നെസ് പോവും. പക്ഷെ ഫോൺ ഉണ്ടല്ലോ മാരകം, ഒരു രക്ഷയില്ല. നിങ്ങൾ ഇപ്പൊ പോയി എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ ഫോൺ വാച്ചപ്പം കിട്ടുമോ? 2 ദിവസത്തിനുള്ളിൽ തരാം. 2 ദിവസത്തിനുള്ളിൽ. ഇപ്പൊ ഇവന്റെ ഇരിക്കണ മറ്റേ സെല്ലാറാണ്, മറ്റേ സിമ്മൊക്കെ ഇടണം. അതിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ ആരാണ് സിമ്മൊക്കെ ഇട്ട് വാച്ച് യൂസ് ചെയ്യുന്നത്? ആൾക്കാരുണ്ടാകട്ടെ, പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ സാധനം കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്. കയ്യില് വാച്ച് ഇടാനായിട്ട് എന്തുകൊണ്ട് ഒരു ഫീൽ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ വേറെ കുറച്ച് ബ്രേസ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാം. പുതിയ ആമസോൺ വഴി ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയത്. എങ്ങനെ ഉണ്ടാകൂലേ? പോടെ അസൂയല്ലേ ബ്രൗണി കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവന്മാരുടെ അടുത്ത് വന്നായിരുന്നു. ജിമ്മിൽ പോയിരിക്കുകയായിരുന്നു അഭിലാഷ്. എന്താ സൂര്യാണ്ടൊക്കെ സൂര്യാണ് മസിൽ കാണിച്ച് പൊളി. നിന്റെ മസിൽ കാണിച്ച്. നേരത്തെ വണ്ണമൊന്നും ഇല്ലാത്തവരാണ്, ഇപ്പൊ മസിലൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവന്റെ ഒരു കൂട്ടുകാരെ കണ്ടുണ്ട്, 2 ടാറ്റോ ഒക്കെ അടിച്ചോണ്ട്. എടാ ഇത് എന്താണ്? ഇത് മെസ്സിനെ അടിച്ചു വെച്ചിരിക്കുന്നത്. എടാ നീ കട്ട ഫാനാണോ മെസ്സിയുടെ? എടാ ഇതെന്താണ് അടിച്ചിരിക്കുന്നത്? എടാ നീ അത്ര ഫാനാണോ? എടാ നീ ഫാനല്ലടാ? നീ എവിടെ ടാറ്റു അടിക്കാൻ? ഇവൻ ആലപ്പുഴയിൽ ടാറ്റു പോയി. ടാറ്റു പോയ ആലപ്പുഴ അല്ലടാ? അല്ല നീ പറ. ഞങ്ങൾ കേരളക്കാർ ആഗ്രഹിക്കുന്നു. മണ്ണിനോട് അലിഞ്ഞു തരും. എന്നോടൊപ്പം മണ്ണോട് അലിഞ്ഞു തരും. എന്താണ് നിന്റെ സിപ്പ പോയെന്ന് വിളിക്കണം? പല കഥകളും പലരും കാണും, പക്ഷെ ഇതൊക്കെ മണ്ണിനോട് അലിഞ്ഞു. എന്താണ് സിപ്പ പോയി? എടാ പറഞ്ഞ കുറ്റ നീ പറഞ്ഞ. ക്ഷമിക്കണം, ഞാൻ എന്റെ ഗോകുലോട്ടുള്ള ബന്ധം വെച്ചിട്ട് പുറത്തുവരാൻ പറ്റത്തില്ല. ഒരു കഥയില്ല. ഉണ്ട്. എടാ എന്തോ നിനക്കറിയോ? എനിക്കറിയാം, പല കഥകളും ഞാനും പറയും. അതേ പേടിപ്പിക്കണ്ട. ഞാൻ ഈ വ്ളോഗിൽ ഒറിജിനൽ കഥ പറയാം, നിന്റെ വ്ളോഗിൽ വേറെ കഥ പറയാം. എക്സ്ക്ലൂസീവ് ഫോർ മൈ വ്ളോഗ്സ് ഗയ്സ്. അങ്ങോട്ടോ അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകാനിരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഒരു DJ അടക്കം. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ലാലേട്ടന്റെ പടം ഇറങ്ങും.
അപ്പൊ ഇതിന്റെ ഫാൻ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അടുത്ത് തന്നെയാണ് പങ്കജ് എന്ന് പറയുന്ന തിയേറ്ററിലാണ്. വൻ പരിപാടിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനും ദൈവന്മാരെല്ലാരും കൂടെ പോകാൻ പോണ്. പറ്റുവാണെങ്കിൽ നാളെ വെളുപ്പിന് കയറി ആ പടം കാണും. വിഷയം പടാണെന്ന് തോന്നുന്നു. കാരണം മറ്റേ ലിജോയുടെ പടമാണ്. അങ്ങനെ പടമൊക്കെ അറിയല്ലോ. എല്ലാം ഒരു വെറൈറ്റി പടങ്ങളൊക്കെ. LJP-ലും പ്രതീക്ഷ ഉണ്ട്, ലാലേട്ടനിലും പ്രതീക്ഷ. ലാലേട്ടനിൽ എന്താണ് എനിക്ക് കൂടുതൽ പ്രതീക്ഷ? കഴിഞ്ഞ കുറെ പടങ്ങൾ വെച്ച് നോക്കാൻ ലാലേട്ടനിൽ എന്താണ് പ്രതീക്ഷ, LJP-ൽ എന്താണ് പ്രതീക്ഷ? പഴയ LJP-യും ഇപ്പോഴത്തെ ലാലേട്ടൻ. പഴയ ലാലേട്ടന് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ നേര് നല്ല ഡയറക്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പടം വിജയിച്ച്. ഈ LJP നല്ലൊരു ഡയറക്ടറാണ്. എനിക്ക് നല്ല പ്രതീക്ഷ പടം ഇത്രയും കണ്ണ ഇന്റർവ്യൂസിലൊക്കെ പറയുന്ന ഒരു കെട്ടുകഥ പോലാണ്. ഇത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കഥയായിരിക്കും. ഒരു പ്രതീക്ഷിക്കാൻ പറ്റാത്ത ടൈമിലേക്ക് നടക്കുന്ന കഥയെന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈപ്പ് അവര് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. കിടക്കുന്ന പടമായിരിക്കും. മാസല്ലേ എന്റെ അളിയ ലാലേട്ടൻ പൊളിക്കും. മറ്റേ മരക്കാരുടെ അവസ്ഥ വന്നാ ഇതേപോലെ ഞങ്ങൾ ഒരെണ്ണം കൂടെ എടുക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങളെ കാണിക്കാൻ. ആ ഒരു പേടിയുണ്ട് കേട്ടോ. ഇല്ലെന്ന് പറയുന്നില്ല. ഇല്ല, ഇത് പൊളിയായിരിക്കും എനിക്ക് തോന്നണം. അപ്പൊ കഴിച്ച് എന്തായാലും അവിടെ വൻ പരിപാടിയാണ്. ഉടപ്പായിരിക്കും തുള്ള ആളേക്ക്. അങ്ങനെ കഴിച്ച് നമ്മൾ ലാലേട്ടന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. അവിടെ കിടന്ന് പൂരത്തുള്ളലായിരുന്നു. അത് തന്നെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കുപടി ഉണ്ട്. പുള്ളി ലാലേട്ടന്റെ കട്ട ഫാനാന്ന് പറഞ്ഞാൽ കട്ട ഫാനാണ്. പുള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് പുള്ളിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ പുള്ളി ഹെൽമെറ്റും വെച്ചിട്ട് തിയേറ്ററിൽ പോയി കണ്ടൊരു വ്യക്തിയാണ് രാഷ്ട്രൻ. അപ്പൊ രാഷ്ട്രനാക്ക് ടിക്കറ്റൊക്കെ തന്നു. രാവിലെ തന്നെ 6 മണിക്കാണ് ഷോ. അപ്പൊ രാവിലെ പോയി വാലിബം പോയി കാണണം. അടിപൊളി പടാണെന്നാ തോന്നണത്. ഇവര് നാളെ എന്തോ ഫംഗ്ഷൻ ഉണ്ടായിട്ട് വരെ മാറ്റി വെച്ചിട്ട് ലാലേട്ടന്റെ ഓ അതാണ്. എന്നിട്ട് എടാ പരിപാടി കൊള്ളായിരുന്നു. അവിടെ കിടന്ന് ഞങ്ങൾ തുള്ളി തകർത്ത്. എന്തായാലും പടം നാളെ വിഷയമായിരിക്കും. ഞങ്ങൾ രാവിലെ തന്നെ 6 മണിക്ക് ഞാനൊക്കെ എഴുന്നേക്കുമെന്ന് അറിയാം. ഞാൻ വിളിക്കണം. ഞാൻ എന്തായാലും എനിക്ക് ടിക്കറ്റ് വാങ്ങിച്ചു വെച്ചു. എന്റെ ടിക്കറ്റ് ഞാൻ വെക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് റിവ്യൂ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. പടം എങ്ങനെ ഉണ്ടായിരുന്നു. നാളത്തെ അടുത്ത വീഡിയോയിൽ തുടക്കം തന്നെ പടത്തിൽ കയറുന്ന സാധനം സീനായിരിക്കും മിക്കവാറും നിങ്ങൾ കാണാൻ പോകുന്നത്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണണം. ലാലേട്ടനെ കാണാം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൽക്കാരുടെ ബെല്ലൈക്കൺ എന്നും പറഞ്ഞ അടിച്ചു പൊട്ടിക്കണം. എന്നാൽ അത്ര അടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. എല്ലാവരും പറയാം. So guys, keep supporting us, please, and bye bye.